ശരത് സാർ, എപ്പോഴും എല്ലാ ഷെഡ്യൂളും കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് എലിമിനേഷൻ പ്രോസസ്സിലേക്കാണ്. അതാണ് സ്വാഭാവികമായി നടക്കേണ്ടത്. അതെ, പക്ഷെ ഇപ്രാവശ്യം ഇല്ല, എലിമിനേഷൻ ഇല്ല. എലിമിനേഷൻ ഇല്ല. ഇല്ല, സന്തോഷിക്കുക. പാറു, അതിനേക്കാളും കൂടുതൽ നമുക്കൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് ഐറ്റം അതറിയണം, ആർക്കാണെന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഈ അമൃത് വേണിയുടെ പണപ്പെട്ടി UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസിനാണോ അതോ ഈസ്റ്റേൺ മാജിക് ബീച്ചിനാണോ എന്ന് നമ്മൾ അറിയാൻ പോവാണ്. അതുകൂടാതെ ഇൻഡിവിജ്വൽ മാർക്സ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണോ ആൾക്ക് ആ ഉക്കിലേലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, മാജിക് ബീച്ച് 655.9 മാർക്സ് and Mystic Raga 636.3. Good job, guys. Good job, team. Very good, very good. Very good, very good. Good job. നിങ്ങൾ ഒട്ടും പുറയിലല്ല. വെരി ഗുഡ്. Thank you. Mr. Ragas, good job, guys. നിങ്ങള് ഇവർക്ക് കട്ട കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ കൊടുത്തത് കേട്ടോ. അതെ, വെറും 19 മാർക്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. പിന്നെ പക്ഷേ എന്തായാലും മാജിക് ബീറ്റ്സ് കൊണ്ടുപോയി. അപ്പൊ ടീം മെമ്പേഴ്സ് ആൻഡ് ടീം ക്യാപ്റ്റൻസ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അങ്ങനെ ഈ ഷെഡ്യൂളിൽ മാജിക് ബീറ്റ്സ് വിജയിച്ചിരിക്കുന്നു. സൂപ്പർ 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 സൂപ്പർ. അപ്പൊ അമൃത് വേണിയുടെ പണപ്പെട്ടി കൊടുക്കാം മിസ്റ്റിക് രാഗസ്. യെസ്, അപ്പൊ അമൃത് വേണിയുടെ ഈ പണപ്പെട്ടി ലഭിക്കുന്നത് മാജിക് ബീറ്റ്സ്. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എംടി സർ, ശരത് സർ, ഇനി ഉക്കിലേലെ കൊടുക്കണ്ടേ? ആർക്കാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത്? നമുക്ക് നോക്കാം. ഞാൻ ടെൻഷൻ ആക്കാതെ. അപ്പോഴേ ഒരു സത്യം പറയട്ടെ, എനിക്കറിയാം എന്റെ അടുത്ത് മാർക്ക് കിട്ടി. ഓക്കെ, അത് ഏരീസ്. യെസ്. പക്ഷേ യശ് ലാസ്റ്റ് ഷെഡ്യൂളില് ഡേഞ്ചർ സോണിൽ വന്നതാണ്. പക്ഷെ ഈ ഷെഡ്യൂളില് അപ്പൊ ഈ ഉക്കിലേലെ യശിന് സ്വന്തം. ഷാനിക്കാൻ, മഞ്ജരി ചേച്ചി രണ്ടുപേരും കൂടെ വണ്ടർഫുൾ വണ്ടർഫുൾ. യെസ്, കീപ് ഇറ്റ് അപ്പ്. അപ്പോ ശരത് സർ, എംജി സർ, ഇത്തവണ എല്ലാം അവർ കൊണ്ടുപോയി. പക്ഷെ സാരല്ല, നെക്സ്റ്റ് ടൈം അമൃത് വേണിയുടെ പണപ്പെട്ടിയും ഉക്കിലേലയും എല്ലാം നമ്മുടെ മിസ്റ്റിക് രാഗാസ് കൊണ്ടുപോകും അല്ലേ? അല്ല, ഒരു സംശയം. ശരിക്കും പറഞ്ഞാലേ പറു, ടീമിന്റെ എന്നല്ല, നമ്മളിപ്പോ ഇത്രയും നാളെല്ലാവരും ഒരു ഫാമിലി പോലെ ടീം ഒന്നും ഇല്ലാണ്ട് പോയവർ തന്നെയാണ്. അപ്പൊ അതില് ശരിക്കും ഇപ്പൊ കിട്ടിയവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണ്. കാരണം അതില് അവരുടെ ഹാർഡ് വർക്കാണ് അതിൽ കാണുന്നത്, എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. യശായാലും യശ് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ സഞ്ജയ്, പിന്നെ എല്ലാ കുട്ടികളും, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അശ്വിനാണെങ്കിലും എല്ലാ കുട്ടികളും എല്ലാവരും നല്ലതുപോലെ ഇപ്പം കുതിച്ച് കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ അനഘയുടെ ഒരു സിംഗിങ് ആണെങ്കിൽ അനഘ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് ഇവിടെ ഗോൾഡൻ മൈക്ക് നേടിയ ആളാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒന്നുകിൽ ടോപ്പ് 5 വരും, പിന്നെ ഡേഞ്ചർ സോണിൽ പോകും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പം കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നു. ഇവിടെ ഇപ്പം ഞാനും ഷാനും തമ്മിലല്ല മത്സരം, നിങ്ങളാണ് മത്സരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. കാരണം ഇവിടെ പെർഫോം ചെയ്ത് ഫൈനലി ഇതൊരു സെമി ഫൈനൽ സ്റ്റേജ്. ഇപ്പം സെമി ഫൈനൽ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറേ അങ്ങ് മാറും.
അപ്പോൾ അതിനും മാത്രം നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് പാടിയാൽ മാത്രമേ ഇവിടെ ഒരു സ്ഥാനമുള്ളൂ. അപ്പോൾ ആര് പാടുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു എത്രയോ ലെവൽസ് കഴിഞ്ഞു. സാറും MG സാറും ഒക്കെ നമ്മളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടാക്കല്ലേ, കെയർലെസ്നെസ് വരല്ലേ എന്ന് പറഞ്ഞു മടുത്തു. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണേണ്ടത് ഒരു വടംവലി മത്സരം പോലെ ആയിരിക്കണം ഇവിടെ ശരിക്കും കോമ്പറ്റീഷൻ. മ്യൂസിക്കലി റിച്ച് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷോ, ഈ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദി നിങ്ങൾ സംഗീതം കൊണ്ട് റിച്ച് ആക്കൂ. അപ്പൊ അതിന് വേണ്ടുന്ന പ്രയത്നം ചെയ്യൂ. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ടു ബോത്ത് ദ ടീംസ്. ഒരു കാര്യം ഞാൻ പറയാം മഞ്ജരി, നിങ്ങളുടെ ടീം നമ്മുടെ ടീമിന് ഒരു ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തത് കേട്ടോ. അതിൽ ഒരു മാറ്റവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു. പോകെ പോകെ ഞാൻ നോക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഒന്ന് കുറഞ്ഞു. അതിനിടയിൽ അനഘ വന്നിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയി. ഗോൾഡൻ മൈക്കും മേടിച്ചിട്ട് അങ്ങ് പോയി. അത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അനഘ. അതോടുകൂടി പിന്നെ ഞാൻ അയ്യോ കുഴപ്പമില്ല നമുക്ക് പിടിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ പിടിച്ചു. അത് എന്താ പറയുക, അത് ഹോൾ ടീമിൻ്റെ ഹാർഡ് വർക്കാണ്. രണ്ട് ടീമും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഏത് ഒരു റിയാലിറ്റി ഷോ ആണെങ്കിലും നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് പോട്ടെ. ഇനി കോമ്പറ്റീഷൻ ഇനിയും മുറുകും, ടൈറ്റാവും, അതൊക്കെ ഒത്ത് ഉഗ്രനായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടു ബോത്ത് ടീംസ്. താങ്ക് യു ക്യാപ്റ്റൻ. അപ്പൊ എന്തായാലും അടുത്ത ഷെഡ്യൂളിൽ പുതിയ റൗണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ അംഗം വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ബൈ.